ഹായ് ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2025 നടന്ന സെക്രട്ടേറിയറ്റ് OA എന്ന് വിളിക്കുന്ന ഓഫീസ് അറ്റൻഡൻ്റ് എക്സാമിൻ്റെ സെക്രട്ടേറിയറ്റിന് മാത്രമല്ല കേരള PSCയിലേക്ക് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്നിവയിലേക്കൊക്കെ കോമൺ ആയിട്ട് വിളിച്ച ഒരു പേപ്പറാണ്. കാറ്റഗറി നമ്പർ 587/2023. സോ ഇതിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ആണ്. സോ ഇതിൽ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ താഴെയുള്ള ലിങ്കിലായിട്ട് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. ടെലഗ്രാം ചാനലിലും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ആദ്യമായിട്ട് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങൾ അത് എവിടെ നിന്നാണ് വന്നത്, ഏത് ഏരിയ എന്നാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണോ എന്നൊക്കെയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒരു അനാലിസിസ് നോക്കാം. ഇതിൽ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയും അരാജകത്വവും ബുക്കാണ്. മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തത് കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ, അതിൻ്റെ ഇയറാണ്, ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന 1, 2, 3, 4 പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇതും പ്രീവിയസ് ഇയർ കാറ്റഗറിയുടെ ക്വസ്റ്റ്യൻ്റെ കാറ്റഗറിയിൽ പെടുത്താം. മൂന്നാമത്തത് വേൾഡ് ഹിസ്റ്ററിയാണ്. കറക്റ്റ് സിലബസിൽ പറഞ്ഞിട്ടുണ്ട് വേൾഡ് ഹിസ്റ്ററിയിലെ. ഇതും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് ചോദിച്ചാണ്. 3 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായ. നാലാമത്തത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യനാണ്. അതായത് പത്രങ്ങൾ, നവോത്ഥാന നായകന്മാരും അവർ തുടങ്ങിയ പത്രങ്ങളും SCRTയിലൊക്കെ ഉണ്ട്. കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ പത്രങ്ങളും മുമ്പ് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ്. സോ നാലാമത്തെ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനോ, അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ നായകന്മാരും അവർ സ്റ്റാർട്ട് ചെയ്ത സംഘടനകൾ, പ്രസ്ഥാനങ്ങളുമാണ് ചേരുംപടി ചേർക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഒക്കെ ഇതിലുള്ള ഫുള്ളായിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ആറാമത്തത് ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യനാണ്. 6 കറണ്ട് അഫെയറിലേക്ക് പോകും. ഏഴാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ആ ഓപ്ഷനൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. എത്രയോ പ്രാവശ്യം ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ പേപ്പറൊക്കെ ചെയ്ത് നോക്കിയവർക്കറിയാം. ഇതൊക്കെ എത്രയോ പ്രാവശ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. എട്ടാമത്തത് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഡിലീഷന് പോയതെന്നുള്ളതും അതിൻ്റെ ഫാക്ട്സും എന്ത് ചെയ്യാം ഡിസ്കഷൻ്റെ സമയത്ത് പറയാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യന് ഈ രീതിയിൽ ഈ ക്വസ്റ്റ്യനായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഉത്തരപർവ്വത മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഫാക്റ്റുകൾ ചോദിക്കാറുണ്ട്. നദികളുടെ ഉത്ഭവസ്ഥാനമാണെന്നൊക്കെ പഠിക്കുന്ന ഫാക്റ്റുകളാണ്. സോ ഇതൊരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടാണ് 9, 10 ക്വസ്റ്റ്യൻസ് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. സോ ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഇപ്പം ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴാണ് അതിൽ 7 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് അല്ലേ. 7 ക്വസ്റ്റ്യനോളം പ്രീവിയസ് ഇയർ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള പുതിയ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അത് എന്ത് ചെയ്യണം, നിങ്ങൾക്കത് ക്ലിയർ ആവും. എന്തായാലും ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ പറ്റുന്നതും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓരോ ക്വസ്റ്റ്യനും കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളും എന്തൊക്കെയാണ് അതിലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് തന്നെ ചോദിക്കാൻ പോകുന്നത് ഒന്ന് ആ രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണെന്നാണ്. ഓപ്ഷൻ ഡി ആണ്. C. ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് വിളിക്കുന്ന മലയാളിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മലയാളിയായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കേട്ടോ. മലയാളിയായിട്ടുള്ള ഏക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരാ? C. ശങ്കരൻ നായരാണ്. മറന്നു വരരുത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഗാന്ധിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി കേട്ടോ. അതാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ പേര്. ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ചില ബുക്കുകളുണ്ട്. ഒന്ന് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ആരെ എഴുതിയ ബുക്കാണ്? രാമചന്ദ്ര ഗുഹ. ഓർമ്മിക്കണേ, രാമചന്ദ്ര ഗുഹയുടെ പ്രസിദ്ധമായ ബുക്കാണ് ഏത്? ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി. ഓക്കെ. ഇനി അതിനുശേഷം വെയിറ്റിംഗ് ഫോർ ദി മഹാത്മ എന്നുള്ള R.K. നാരായണൻ്റെ ബുക്കാണ്. ഈ മാൽഗുഡി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള നോവലുണ്ട്. അതൊക്കെ എഴുതിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? R.K. നാരായണൻ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഗാന്ധിജിയെ പറ്റി എഴുതിയ ഒരു ഗ്രന്ഥമാണിത്, വെയിറ്റിംഗ് ഫോർ ദി മഹാത്മ. മറന്നു പോയത് കേട്ടോ. ഇനി ഗാന്ധിജിയെ സ്വാധീനിച്ച ബുക്കുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് അൺ ടു ദിസ് ലാസ്റ്റ്. ആരാ എഴുതിയിരിക്കുന്നത്? ജോൺ റസ്കിൻ എഴുതിയ ബുക്കാണ് അൺ ടു ദിസ് ലാസ്റ്റ് കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം. ലാസ്റ്റ് എന്ത് ചെയ്തു, റിസ്ക് എടുത്തു എന്നുള്ളതൊക്കെ പറയില്ല. അവസാനം അവൻ ആ റിസ്ക് ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ പോലെ ലാസ്റ്റ് എന്നുള്ള റിസ്ക് എന്നുള്ളത് നമുക്ക് കണക്ഷൻ കിട്ടിയാൽ നിങ്ങൾക്കത് പേര് കിട്ടും.
ഇനി ഗാന്ധിജിയുടെ ആത്മകഥ നിങ്ങൾക്കൊക്കെ പേരറിയാം, എന്താ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണാത്. അതിൻ്റെ ഗുജറാത്തിലെ ആ ബുക്കിൻ്റെ പേര് സത്യാന പ്രയോഗം എന്നാണ് കേട്ടോ. അത് മറന്നു വരുത്, നിർബന്ധമായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഗുജറാത്തിലെ പേരാണ് സത്യാന പ്രയോഗം. അത് ചിലപ്പോൾ എങ്ങനെ ചോദിക്കാം, സത്യാന പ്രയോഗം രചിച്ചതാര് എന്ന് ചോദിച്ചാൽ ആരാ? ഗാന്ധിജിയാണ്. സോ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, കറക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. സോ കാലഗണന ക്രമത്തിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഇയർ അറിയണം. ഓക്കെ, ഇതിൽ ആദ്യം വരുന്നത് ഏതാ? ആറ്റിങ്ങൽ കലാപം 1721. പിന്നീട് വരുന്നത് കുളച്ചൽ യുദ്ധം 1741. പിന്നെ 1792 എന്ത് ചെയ്യുന്നത്, ശ്രീരംഗപട്ടണ ഉടമ്പടി. അതേപോലെ കുണ്ടറ വിളംബർ അതിനുശേഷം 1809. സോ ഇതിലാദ്യം വരുന്നത് ആദ്യം 2 ഏതെങ്ങനെ വരുന്നത് 2, 1, 3, 4 2, 1, 3, 4. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഇനി ഇത് കോമൺ ആയിട്ട് ചോദിക്കാറുള്ളതാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ഓർത്ത് വെക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെ? ആദ്യം ഫസ്റ്റിലത്തത് 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. അതായത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഇത്, ആറ്റിങ്ങൽ കലാപം. മറന്നു വരുന്നത്, സംഘടിതം, ആറ്റിങ്ങൽ സംഘടിതം 1721 നടന്നത്. കലാപത്തിൻ്റെ കാരണം മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൻതോതിലുള്ള അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുമാണ് എന്ത് കലാപത്തിന് കാരണമായിട്ടുള്ളത്. ഇനി കലാപത്തിൽ വധിക്കപ്പെട്ട ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ഗിഫോർഡ്. ഓക്കെ, അത് ഓർമ്മ വെച്ചോ. ഈ കലാപം അടിച്ചമർത്തിയത് ഏത് സൈന്യം ഉപയോഗിച്ചിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് സൈന്യം? തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ഈ കലാപം എന്ത് ചെയ്തത്, അടിച്ചമർത്തിയത്. മറന്നു വരുന്നത് കേട്ടോ. ഇനി ആ ടൈമിൽ, ആറ്റിങ്ങൽ കലാപം നടന്ന ടൈമിൽ വേണാട്ടിലെ രാജാവ് ആദിത്യവർമ്മയാണ് കേട്ടോ, ആദിത്യവർമ്മ. അതും ഓർത്ത് നോക്കാം. ഈ വേണാട് രാജാവിനെ നമ്മൾ പറഞ്ഞു. അതേപോലെ ഇത് ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം നടന്ന ഉടമ്പടിയാണ് ഇത് വേണാട് ഉടമ്പടി. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് 1723 എന്ത് നടക്കും, ആ വേണാട് ഉടമ്പടി നടക്കും കേട്ടോ. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടിയാണ്, അത് ഓർത്ത് വെച്ചോ, വേണാട് ഉടമ്പടി. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓം. ഓക്കെ, അവർ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഒപ്പുവെക്കുന്നത്. ഇനി കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണെന്ന് എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡായി ചോദിക്കാറുണ്ട്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് യുദ്ധം നടന്നത്. ഡച്ചുകാരെ പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മക്ക് ആരുടെ സഹായം ഉണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ സഹായം ഉണ്ടായിരുന്നു. ഓക്കെ, മറന്നു വരുത്. ആ ടൈമിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ചുകാരനായിട്ടുള്ള സൈന്യാധിപനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണിത് ഡില്ലനോയ്. ആ ഡില്ലനോയ് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, തിരുവിതാംകൂറിൻ്റെ സർവ്വ സൈന്യാധിപനായിട്ട് മാറുന്നുണ്ട്. സോ അതുകൊണ്ട് അയാൾ ഫേമസ് ആണ്, അയാൾ നിർബന്ധമായിട്ട് പഠിക്കണം. അയാൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ഏതാ? വലിയ കപ്പിത്താൻ. സോ വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സർവ്വസൈന്യാധിപനാര ഡില്ലനോയാണ്. അടുത്തത് 1792 ശ്രീരംഗപട്ടണം സന്ധി, ടിപ്പു സുൽത്താൻ ആയിട്ട് ബന്ധപ്പെട്ട സന്ധിയാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായിട്ടുള്ള സന്ധി ഏതാണ്? അതും റിപ്പീറ്റഡായിട്ട് ചോദിക്കാറുണ്ട്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് സന്ധി പ്രകാരം എന്ന് ചോദിച്ചാൽ ഏതാ? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി സന്ധി പ്രകാരമാണ്. ഇനി കുണ്ടറ വിളംബരം ആരാ നടത്തിയത്? കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ. മറന്നു വരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കുണ്ടറ വിളംബരം നടത്തിയത് ഇയർ വിത്ത് ഡേറ്റ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നപ്പോൾ അവർ ഡേറ്റ് മാറ്റി. 1809 തന്നെ 2 ഓപ്ഷനിൽ കൊടുത്തു. 1809 ജനുവരി 11 മറന്നു വരുന്നു. ഓക്കെ, കുണ്ടറ വിളംബരം. അതായത് നോർമലി വിളംബരമൊക്കെ പണ്ട് നടത്തുമ്പോൾ എന്താ, 2 സൈഡിൽ ഓരോ അടി അടിക്കില്ലേ? നിങ്ങൾക്കറിയാം, ഒരു ചെണ്ട കൊണ്ട് 2 സൈഡിൽ ഓരോ അടി. ആ ജനുവരി അതാണ് ഈ 2 സൈഡിലും എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ജനുവരി ഒരു ചെണ്ടയുടെ 2 സൈഡിലും വന്നത്തെ ജനുവരി 1 എന്നുള്ള മാസം കിട്ടും. പിന്നെ എന്താണ്, ജനുവരി 11 എന്നുള്ളതും അവിടെ കിട്ടണം. ഇനി കുണ്ടറ വിളംബരത്തിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ലാതെ വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്താൻ വേണ്ടിയിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്താണ് എന്ത് കുണ്ടറ വിളംബരം. ഇനി കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി ചോദിക്കാറുണ്ട്, ഏതാ? ഇളമ്പല്ലൂർ ക്ഷേത്രം. അതിനുശേഷം 1809 തന്നെ കൊല്ലം യുദ്ധം നടക്കും. കുണ്ടറ വിളംബരത്തിന് ശേഷം നടന്ന യുദ്ധമാണ് ഇത്, കൊല്ലം യുദ്ധം. അതിൽ എന്ത് ചെയ്തു? വേലുത്തമ്പി ദളവ മണ്ണടിയും വേലുത്തമ്പി ദളവ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ജീവത്യാഗം ചെയ്യുന്നുണ്ട്. ആ ജീവത്യാഗം ചെയ്യുന്ന ക്ഷേത്രമാണ് ഇത് മണ്ണടി ക്ഷേത്രം. അത് ആ ടൈമിൽ എക്സാമിന് പഠിച്ചപ്പോൾ ഞാൻ മണ്ണടിഞ്ഞു എന്നുള്ള ആ ഒരു അങ്ങനെ തന്നെ കൂട്ടി പഠിച്ചതാണ്. വേലുത്തമ്പി ദളവ മണ്ണടിഞ്ഞു എന്നുള്ള ഓർത്ത് വെച്ചാൽ എന്ത് ചെയ്യും? മണ്ണടിയിലാണ് എന്ത് ചെയ്തത്? വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തതെന്നുള്ള ഓർമ്മ കിട്ടും. ഓക്കെ, പത്തനംതിട്ടയിലെ ജില്ലയിലാണ് കേട്ടോ മണ്ണടി. അത് മറന്നു, ഇത് ചോദിക്കാറുണ്ട്.
ഇനി വേൽത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആര്? കേണൽ ലീഗർ. ഒരു ഡച്ച് സൈന്യാധിപനെ തൊട്ട് മുന്നേ പഠിച്ചില്ല, ഏതായിരുന്നു? വലിയ കപ്പിത്താൻ ഡില്ലനോയ്. ഇത് ആരാണ്? ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. മൂന്നാമത്തത് ചേരുംപടി ചേർക്കാനാണ്. ഒന്നാം ലോകമഹായുദ്ധം. ഒന്നാം ലോകമഹായുദ്ധമായിട്ട് ചേരുന്ന ഏതാ ഇതിൽ? ത്രികക്ഷി സൗഹ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ഇതാണ് ഒന്നാം ലോകമഹായുദ്ധം. രണ്ടാം ലോകമഹായുദ്ധം അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും. ഇനി ഹിറ്റ്ലർ എന്താണ്? തവിട്ടു കുപ്പായക്കാർ കേട്ടോ. ഇത് 3. ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ബെനിറ്റോ മുസോളിനി കരിങ്കുപ്പായക്കാർ 4. ഒന്നാം ലോകമഹായുദ്ധം ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം. ഇതിൻ്റെ ഏതൊക്കെ ആൻസർ വരുന്നത് ഏതാ? 4, 1, 3, 2 ആണ് വരുന്നത് അല്ലേ? 4, 1 അല്ല, 1 ഏതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? 1 കണക്ട് ചെയ്യുന്നത് ഇതുമായിട്ടാണ്, ഇങ്ങനെയല്ല വരുന്നത്. 2, 4, 3, 1 അല്ലേ? ഇതാണ് 2, 4, 3, 1. ഓപ്ഷൻ എ ആണ്. ഒന്നാം ലോകമഹായുദ്ധം എന്താണ്? ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. എന്താണെന്ന് ഓരോന്നായിട്ട് പറയാം. ഒന്നാം ലോകമഹായുദ്ധം ഫസ്റ്റ് വേൾഡ് വാറിൽ നിങ്ങൾക്കറിയാം രാജ്യങ്ങൾ 2 ചേരികളായിരുന്നു. ആ 2 ചേരികളിലുള്ള ത്രികക്ഷി സഖ്യം എന്നുള്ള ചേരിയിൽ വരുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദം എന്നുള്ളതിൽ വരുന്നതാണ് ഇതൊക്കെ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഈ സൗഹാർദ്ദത്തിന് ഇംഗ്ലീഷ് എന്താ പറയുക? ഫ്രണ്ട്സ് എന്നല്ലേ? FRE. അതിലുണ്ട് പേരുകളൊക്കെ. ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട്. ഓക്കെ, ഫ്രാൻസ്. ഇനി വേൾഡ് വാർ 1 ബന്ധപ്പെട്ടാണ് ഇതെന്ന് ഇങ്ങനെ ഓർത്ത് വെക്കുക. സംഖ്യ, ഈ സഖ്യം എന്നുള്ളത് നിങ്ങൾ സംഖ്യ എന്ന് വെച്ചോക്ക്. ഒറ്റ സംഖ്യ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒറ്റ സംഖ്യ ഏതൊക്കെയാണ്? 1, 3 അല്ലേ? അപ്പോൾ വേൾഡ് വാർ 1 3 ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. അത് അവിടെ കിട്ടും. വേൾഡ് വാർ 1 കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി വേൾഡ് വാർ 2 രണ്ടാം ലോകമഹായുദ്ധത്തിൽ എങ്ങനെയാണ് ചേരിതിരിവുണ്ടായത്? അച്ചുതണ്ട് ശക്തികളാണ് ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. അതേപോലെ സഖ്യശക്തികളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. ഓക്കെ, മറന്നു വരിക. അത് ആ ഒരു കണക്ഷൻ വിട്ടുവരുത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. +2 ലെവലിലൊക്കെ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡായി ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഹിറ്റ്ലറെ പറ്റിയാണ് പറയാനുള്ളത് അല്ലേ? ഹിറ്റ്ലറാണ് എന്ത്? നാസിയുടെ നേതാവ്. ഹിറ്റ്ലർ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ഫ്യൂറർ. അത് നിങ്ങളെങ്ങനെ ഓർത്ത് വെച്ചാൽ മതി? ഹിറ്റ്ലറെ പറ്റി കേൾക്കുമ്പോൾ നമുക്കൊരു ടെററാണ്. അത് ഫ്യൂറർ എന്നുള്ള ആ ഒരു ടേണിൽ ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ അവിടെ കിട്ടും. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേരാണിത് ഗസ്റ്റപ്പോ. മറന്നു വരുന്നത് ഗസ്റ്റപ്പോ. ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മെയിൻ കാഫ്. ഇനി ഇടയ്ക്ക് ചോദിക്കാറുണ്ട് മാവോ സേതുങ്ങിൻ്റെ ആ ഒരു ആർമിയെ വിളിക്കുന്ന പേര് റെഡ് ആർമി കേട്ടോ. ചുവപ്പ് പട, റെഡ് ആർമി, മാവോ സേതുങ്ങിൻ്റെ. അടുത്തത് ഇതാരാ പറഞ്ഞിരിക്കുന്നത്? പുരുഷൻ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? മുസോളിനി കേട്ടോ. മറന്നു വരുന്നത് മുസോളിനി പറഞ്ഞിരിക്കുന്നതാണ്. മുസോളിനി മാസ് ഡയലോഗ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. പുരുഷൻ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണെന്നുള്ളത് ഒരു മാസ് ഡയലോഗാണ് എന്ന് ഓർത്ത് വെച്ചാൽ മുസോളിനി എന്നുള്ളത് എന്ത് ചെയ്യും അവിടെ കിട്ടും. ഡ്യൂച്ചെ എന്നാണ് മുസോളിനി അറിയപ്പെട്ടത്. ഡ്യൂച്ചെ. ഓക്കെ, ഫ്യൂറർ എന്നറിയപ്പെട്ടത് ആരായിരുന്നു? ഹിറ്റ്ലറായിരുന്നു. അപ്പോൾ ഇത് ഡ്യൂച്ചെ എന്നാണ് ആരറിയപ്പെട്ടത്? ഈ മുസോളിനി അറിയപ്പെട്ടത്. അതും വേണമെങ്കിൽ എങ്ങനെ ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക്? ഡ്യൂക്ക് എന്നുള്ള ബൈക്കല്ല, ഡ്യൂക്ക്. അതൊരു മാസ് ബൈക്കാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ ഒരു കണക്ഷൻ കൊടുത്താൽ അവിടെ ഓർമ്മ വരും. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ചേരുംപടി ചേർക്കാനാണ്. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പത്രങ്ങളും നേതൃത്വം നൽകിയവർ. മിറാത്തുൽ അക്ബർ ആരുടെയാ? രാജാറാം മോഹൻ റോയ്. ഇതാണ് 1. കേസരി മറാത്ത ആരുടെയാ? ബാലഗംഗാധര തിലകിൻ്റെ. കോമൺവെൽത്ത് ആരുടെയാ? ആനി ബസന്റ്. അതേപോലെ യങ് ഇന്ത്യ ആരുടെയാ? മഹാത്മാഗാന്ധി. ഓക്കെ, 1, 2, 3, 4 ഇങ്ങനെയാണ് വരുന്നത്. സോ ആദ്യം വരുന്നത് 1 ഏതുമായിട്ടാണ് കണക്ട്? 4 2 1 3 2 പിന്നെ എത്രയാണുള്ള ബാക്കി? 3. അപ്പോൾ 4, 1, 2, 3 ആണ്. 4, 1, 2, 3. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. 3 കോമൺവെൽത്ത് എന്നുള്ളത് നോക്കേ. കോമൺവെൽത്ത് ആനിവേഴ്സറിൻ്റെ എഴുതിയെന്ന് പറയുന്നത് 3, 2 കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. എല്ലാ പത്രങ്ങളും ഇതിലെല്ലാം അറിയണമെന്നില്ല. ആ കോമൺവെൽത്ത് എന്നുള്ള മാത്രം പത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്നാൽ തന്നെ നിങ്ങൾക്ക് അതെന്ത് ചെയ്തു? അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു അവിടെ. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. എലിമിനേഷൻ എന്നുള്ളൊരു സംഭവം അറിയെങ്കിൽ എന്ത് ചെയ്യും? ചില ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആൻസർ കിട്ടും. വളരെ എളുപ്പമാണ്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് മിറാത്തുൽ അക്ബർ എന്ന് വിളിക്കുമ്പോൾ ആദ്യം നമുക്ക് അക്ബർ രാജാവ് എന്നാണ് ഓർമ്മ വരും. അക്ബർ രാജാവ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് അങ്ങനെ ഓർത്തത്. ഇനി കേസരി മറാത്ത. കേസരി എന്നുള്ളൊരു ഭക്ഷണ പദാർത്ഥമുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുന്ന തിളക് എന്നുള്ള ലൈക്ക് ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് ഇത് തിലക്. അതുപോലെ മറാത്ത എന്നുള്ള വേണമെങ്കിൽ പൊറാട്ട എന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ കൊടുത്താൽ എന്ത് ചെയ്യും? അവിടെ ഓർമ്മ വരും. കോമൺവെൽത്ത് എങ്ങനെയാണ്?
ബസ്സിൻ്റെ വീൽ, ആനിബസിൻ്റെ ബസ്സും ഈ വീലും തമ്മിൽ കണക്ട് ചെയ്യണം. അടുത്തത് യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ പബ്ലിക്കേഷൻസ് കുറച്ചുണ്ട് കേട്ടോ. മഹാത്മാഗാന്ധിയുടെ ഞാനൊന്ന് പറയാം. യങ് ഇന്ത്യ ഓൾറെഡി പറഞ്ഞു, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, ഇതൊക്കെ ഈ പബ്ലിക്കേഷൻസ് ഒക്കെ മഹാത്മാഗാന്ധിയുടെ പബ്ലിക്കേഷനാണ്. ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ് ഏത്? നാഷണൽ ഹെറാൾഡ് എന്നുള്ള പത്രം ആരുടെയാണ്? ജവഹർലാൽ നെഹ്റു. ആ നാഷണൽ ഹീറോ എന്ന് വിളിക്കാവുന്നത് ആരെയാ? ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തിച്ചാണ്. ഇനി അടുത്തത് ബംഗദർശൻ പേരിൽ തന്നെ ഉണ്ട്, എന്താ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ബംഗദർശൻ എന്നുള്ള പത്രം. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെ പത്രമാണിത്, വോയിസ് ഓഫ് ഇന്ത്യ. ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട് പത്രങ്ങൾ, ജസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കുന്ന പറഞ്ഞതാണ്. അഞ്ചാമത് ചേരുംപടി ചേർക്കാനാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. കോമൺ ആയിട്ട് നമ്മളെന്ത് ചുരുക്കി പേരിൽ എന്ത് വിളിക്കും? HSR എന്ന് വിളിക്കും. HSR, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ആരെ സ്ഥാപിച്ചത്? ഭഗത് സിംഗ് ആണ് കേട്ടോ. ഒന്ന് ഇതിലെ വരാം. ഇനി അടുത്ത് ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. എത്രയോ പ്രാവശ്യം ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്. അതേപോലെ ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അപ്പോൾ ഇതിലേതാ ക്യാൻസർ ചെയ്ത് വരിക? ഒന്ന് ഏതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? 2 അടുത്തത് 2, 3 കണക്ട് ചെയ്യുന്നുണ്ട്. 3, 1 4. അപ്പോൾ 2, 3, 1, 4 ഇതിൻ്റെ ആൻസർ. 2, 3, 1, 4. ഓപ്ഷൻ സി, ഡി ആണ്. ഇതിലെങ്ങനെ കണക്ട് ചെയ്യുക? HSR, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അത് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ഭഗത് സിംഗിനൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും സോഷ്യലിസം അല്ലെങ്കിൽ റിപ്പബ്ലിക് എന്നുള്ള ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഹിന്ദുസ്ഥാന് വേണ്ടിയിട്ട് മരിച്ച ആൾ എന്നൊക്കെ രീതിയിൽ ഭഗത് സിംഗ് ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. നമുക്കൊക്കെ ഇപ്പോൾ എപ്പോഴും ഓർമ്മയിൽ വരുന്ന ആളാണ് ഭഗത് സിംഗ്. സോ ആ രീതിയിൽ എന്ത് ചെയ്യുക? അത് ഓർത്ത് വെക്കാം. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, ആ ദാ തന്നെ അവിടെ നിന്നിട്ട്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമി കുറേ പേർക്കൊക്കെ കൺഫ്യൂസിങ് ആയിട്ട് കാണാറുണ്ട്. അതിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യൻ നാഷണൽ എന്ന് തുടങ്ങുമ്പോൾ നോക്കിയേ, ഇന്ത്യൻ രാജ്യം അല്ലേ? ഇന്ത്യ രാജ്യം, ഇന്ത്യ നാഷണൽ. സോ അടുത്ത് വരുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പേരായിരിക്കും ഓർത്ത് വെച്ചാൽ മതി. ഏതാ? ബീഹാർ, റാഷ് ബിഹാരി ബോസ്. ഒക്കെ അവിടെ കിട്ടും. ഇനി ഫോർവേഡ് ബ്ലോക്കാണ് ഇത്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്ഥാപനം. അതും ഇങ്ങനെ ഓർത്ത് വെക്കുക. ചന്ദ്രനും സൂര്യനാണ് എന്ത് ചെയ്യുക? ചന്ദ്രൻ സൂര്യനെ ബ്ലോക്ക് ചെയ്യുക, അല്ല ഭൂമിയെ ബ്ലോക്ക് ചെയ്യുക, ഭൂമി ചന്ദ്രനെ ബ്ലോക്ക് ചെയ്യുക എന്നൊക്കെ ഇതിൽ പഠിക്കാറുണ്ട്. ഈ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം എന്നുള്ള ഭാഗത്ത് പഠിക്കാറുണ്ട്. സോ ആ രീതിയിൽ ചന്ദ്രൻ ബ്ലോക്ക് എന്ന് ഓർത്ത് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ളത് എന്ത് ചെയ്യും? അവിടെ കിട്ടും. കുറച്ച് സ്ഥാപനങ്ങൾ ഞാനൊന്ന് പറയാം. കോമൺ ആയിട്ട് ചോദിക്കുന്നത് തിയോസോഫിക്കൽ സൊസൈറ്റി ഒക്കെ ചോദിക്കാറുണ്ട്. കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവിഡ്സ്കിയും കേട്ടോ, കോട്ട്. അതേപോലെ സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ചതാണ് സത്യശോധക് സമാജ്. പൂനെ സാർവജനിക സഭ ആരുടെയാ? MG റാണാഡ് എന്ന് വിളിക്കുന്ന മഹാദേവ ഗോവിന്ദ റാണാഡ്. ഓക്കെ, പൂനെ സാർവജനിക സഭ. ഇനി പ്രാർത്ഥനാ സമാജ് 1867 ആത്മാറാം പാണ്ഡുരാഗ്. ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക, ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ട്. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യാം. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യൻ പാർലമെൻറ്റ് തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചത് ആരാ? നിർമ്മല സീതാരാമൻ കേട്ടോ. അത് ഇപ്പോൾ ഒരു കറണ്ട് അഫെയർ ഫാക്റ്റായിട്ട് മാറിയതാണ്. എന്താ ഈ ബജറ്റ് എന്നുള്ളത് ശരിക്കും എന്തല്ല ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു ടേം അല്ല ബജറ്റ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിനെ പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാ? 112. ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഇത്? ആർട്ടിക്കിൾ 112. ഓക്കെ, ഓർത്തോക്കണേ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണ്. മലയാളമായിട്ടുള്ള ജോൺ മത്തായി ആണ് ഇത് ഇന്ത്യയിൽ ഇന്ത്യൻ യൂണിയൻ്റെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത്. ഇനി 7 ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. വെറുതെ ഒരു ഫാക്ട് തന്നിരിക്കുകയാണ്. എന്നിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം. അത് മാങ്ങ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാംഗോ എന്ന് കിട്ടും. മാംഗോ എന്ന് കിട്ടിയാൽ ഓപ്ഷൻ ബി മാംഗോ ഷവർ എന്നുള്ളതും കിട്ടും. ഓക്കെ, എളുപ്പമാണ്. ഇനി ഇതിൽ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് നോർവെസ്റ്റർ കേട്ടോ. നോർവെസ്റ്റർ ഓർത്തോക്കണേ. അതായത് ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയാണിത്, നോർവെസ്റ്റർ. ഇത് വെസ്റ്റ് ബംഗാളിൽ അറിയപ്പെടുന്ന പേരാണിത് കൽബൈശാഖി. ഈ നോർവെസ്റ്റർ എന്നുള്ളത് വെസ്റ്റ് ബംഗാളിൽ കൽബൈശാഖി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കൽബൈശാഖി ആണെങ്കിൽ നോർവെസ്റ്റർ ആണ് കോമൺ ആണ്. അതേപോലെ ചെറി ബ്ലോസം ചോദിക്കാറുണ്ട്. കേരളത്തിലും കർണാടകയിലും കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഉഷ്ണക്കാറ്റാണ് ഇത് ചെറി ബ്ലോസം എന്ന് വിളിക്കുന്ന കാറ്റ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അതായത് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് ഇത് സൂര്യ സമീപനം ദിനം നടന്നത്, അല്ലെങ്കിൽ പെരിഹീലിയൻ എന്ന് പറയും. അപ്പോൾ പെരിഹീലിയൻ ദിനം എന്നാണെന്നാണ് ചോദിക്കുന്നത്. അത് കോമൺ ആയിട്ട് നമുക്കൊരു ദിവസം പറയാൻ പറ്റില്ല, അത് ഇയർലി മാറും. ഓക്കെ, അത് 2025 ഒരു ഡേ ആണെങ്കിൽ 2026 വേറൊരു ദിവസമായിരിക്കും.
പക്ഷേ എപ്പോഴും കോമൺ ആയിട്ട് വരുന്നത് അതിലെന്താണെന്ന് വെച്ചാൽ ജനുവരിയിലായിരിക്കും ഏറ്റവും അടുത്ത് വരുന്നത്. അത് പെരിഹീലിയം എന്ന് വെച്ചാൽ എന്താ, എർത്ത് സണ്ണുമായിട്ട് പെരുത്ത് ഇഷ്ടത്തിലാണ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പെരിഹീലിയം ഏറ്റവും അടുത്ത് വരുന്നത് അത് എപ്പോഴും ജനുവരിയിലായിരിക്കും. 2025 ജനുവരി 4 ഓക്കെ. ഇനി ഏറ്റവും കൂടുതൽ ദൂരെ കിടക്കുന്നത് സണ്ണും എർത്തും ഏറ്റവും കൂടുതൽ ദൂരെ കിടക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഹീലിയൻ, അപ്പ് ഹീലിയൻ കേട്ടോ. അത് ജൂലൈയിലാണ് നോർമലി സംഭവിക്കുക. അപ്പ് ഹീലിയൻ ഒന്ന് ഓർത്ത് വെച്ചോ, എപ്പോഴും ചോദിക്കാം. അടുത്ത ഫാക്ട് എന്താ, ഇന്ത്യയുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത കേട്ടോ, ബന്ധമില്ലാത്തതാണ് കാണേണ്ടത്. ഒന്ന് നദികളുടെ ഉത്ഭവസ്ഥാനം. ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് എത്രയോ നദികൾ ഉത്ഭവിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ഗംഗ ഇതൊക്കെ വരുന്നത് എവിടുന്ന, ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ്. അതൊക്കെ അത് ശരിയാണ്. സോ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഇന്ത്യയിലുടനീളം മഴ പെയ്യ്ക്കുന്നു. ശരിയാ, ഉത്തരപർവ്വത മേഖല എന്ത് ചെയ്യുന്നുണ്ട്, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തിയിട്ട് വീണ്ടും തിരിച്ച് മൺസൂൺ റിട്രീറ്റ് വരുന്നുണ്ട്. ഇനി ഉഷ്ണകാലത്ത് തെക്കു നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഉഷ്ണകാലത്ത് വരുന്ന ശീതക്കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതും എവിടെ നിന്ന്, തെക്ക് നിന്ന് വരുന്ന എന്ന് പറയുന്ന അതിലൊരു കോമൺ സെൻസ് ഇല്ല, അതുകൊണ്ടാണത്. ഇനി വൈവിധ്യമാർന്ന സസ്യജന്തുക്കൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഏത്, ഈ ഉത്തരപർവ്വത മേഖല. അതും ശരിയായിട്ടുള്ള ഫാക്റ്റാണ്. സോ ഇതിൽ തെറ്റായിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബന്ധമില്ലാത്തത്. ഉത്തരപർവ്വത മേഖല ഓർത്തോക്കണേ. ഉത്തരപർവ്വത മേഖല ഇതിൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു അറിയോ, ഉത്തരപർവ്വത മേഖല ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അതാണ് ഓപ്ഷൻ സിയിൽ അവരെന്ത് ചെയ്തത്, ഒന്ന് വളച്ചൊടിച്ചിട്ട് പറഞ്ഞത്. ഇതാണ് ഓർത്തോക്കേണ്ടത്. ഓക്കെ, ശൈത്യകാലത്ത് വീശുന്ന ശീതക്കാറ്റ് കേട്ടോ, അതും മധ്യ ഏഷ്യയിൽ നിന്ന്, അത് ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ നോക്കുന്നുണ്ട്. ഇനി ഹിമാലയൻ നിരകൾ, ഞങ്ങൾക്കറിയാം ഉത്തരപർവ്വത മേഖലയിലെ ഒരു നിരയാണ് ഹിമാലയൻ നിര. 3 ഭാഗങ്ങളാക്കിയിട്ടുണ്ട് ഉത്തരപർവ്വത മേഖല. ഇതാണ് ഉത്തരപർവ്വത മേഖലയെങ്കിൽ 3 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. 3 ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റിന് അനുസരിച്ചിട്ടാണ്, ഇങ്ങനെയല്ല, വെർട്ടിക്കലാണ് നോക്കുന്നത്. ഹിമാലയൻ നിരകൾ, ട്രാൻസ് ഹിമാലയൻ നിരകൾ, അതേപോലെ പൂർവാചൽ, കിഴക്കൻ മലനിരകൾ, ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അത് നോക്കും. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് എന്ത് ചെയ്യുന്നത്, ധാതു വിഭവങ്ങൾ ഏറെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കും. ഒന്നുമില്ല, ഒരു ഫാക്റ്റ് ആദ്യം വെറുതെ അവരെന്തെങ്കിലും തരുവാണ്, എന്നിട്ട് അത് തന്നതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ശരിക്കും എങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു അവരാദ്യം, അതായത് ഉപദ്വീപീയ പീഠഭൂമിയായിട്ട് ബന്ധപ്പെട്ടതിൽ തെറ്റായത് ഏത് എന്ന് ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യനാണ്. അതാണ് അവർ ഒരു ഫാക്റ്റ് കൂടി തന്നിട്ട് ചോദിക്കുന്നത്. അതെന്തായാലും ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ശരി കേട്ടോ, ഛോട്ടാ നാഗ്പൂർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതുക്കൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഛോട്ടാ നാഗ്പൂർ. പിന്നെ അതുതന്നെ ധാരാളം ലോഹ ധാതുക്കൾ അവിടെ ഉണ്ട്, അത് കറക്റ്റാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കൻ പീഠഭൂമി പ്രദേശം, മധ്യ മേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് കേട്ടോ. അത് വിവിധ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിലെ തെറ്റായിട്ടുള്ളത്. അതായത് എക്കൽ വിഷറികളെ സമ്പന്നമാണ് ഇടമെന്നുള്ളതാണ് ഇതിലെ തെറ്റായിട്ടുള്ള ഫാക്റ്റ്. ഓക്കെ, ഇതിൽ ഓർത്തുക്കേണ്ടത് ഏറ്റവും പഴക്കേറിയ ഒരു ഭൂവിഭാഗമാണ് ഇത്, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഒരു ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അതിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ പീഠഭൂമിയിൽ വരുന്ന ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഇത്, ഡക്കാൻ പീഠഭൂമി. ഓക്കെ, ഡക്കാൻ പീഠഭൂമി അത് ഒന്ന് ഓർത്ത് വെച്ചോ. ഇനി ഉപദ്വീപീയ പീഠഭൂമിയെ 3 തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, അവർ ഓൾറെഡി ഓപ്ഷൻ സിയിൽ പറഞ്ഞു എന്ത്, ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കു കിഴക്കൻ പീഠഭൂമി, പ്രദേശം, മധ്യമേഖല എന്നിങ്ങനെ തിരിക്കുന്നുണ്ട്. അത് ശരിക്കും ഇങ്ങനെയാണ് അതിൻ്റെ കറക്റ്റായിട്ട് വരുന്നത്. ഡക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്കു കിഴക്കൻ പീഠഭൂമി. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ തരംതിരിവ് വരുന്നത്. സോ ഇതാണ് ആ 10 ക്വസ്റ്റ്യൻസ്. അടുത്തൊരു പാട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും പഠിക്കാം.